നമസ്കാരം. മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇതിന് ഒരു സ്റ്റിമുലേ എന്ന് പറയാം, ഒരു ഉത്തേജനം എന്ന് പറയാം. നമ്മുടെ സുഹൃത്തിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. നമ്മുടെ മുതിർന്ന മുത്തശ്ശൻ നമ്മുടെ കൈകളിൽ വന്നിട്ട് നിങ്ങൾ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. നമ്മുടെ നന്മ കണ്ടെത്തിയ ഒരാൾ പറയുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. നമ്മുടെ പല്ലിന് സൗന്ദര്യം ഉണ്ടെന്ന് നമ്മുടെ സുഹൃത്ത് പറയുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. ഈ സ്റ്റിമുലകളാണ് മനുഷ്യനെ എനർജൈസ് ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ, പ്രശ്നത്തിനെ തരണം ചെയ്യാൻ, കുട്ടികൾക്ക് വളരാൻ, മനുഷ്യർക്ക് വളരാൻ, മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കാനായിട്ട് മനുഷ്യനെ സഹായിക്കുന്നത് ഈ സ്റ്റിമുലയാണ്. ജനനം മുതൽ മരണം വരെ നമുക്ക് പലതരം സ്റ്റിമുലേ വേണം. എന്തുകൊണ്ട് നമ്മൾ ഒന്നും സാമ്പാറും ഇഡ്ഡലി മാത്രം കഴിക്കുന്നില്ല, വെറൈറ്റി ഭക്ഷണം കഴിക്കുന്നത്? ഇത് വ്യത്യസ്തമായ സ്റ്റിമുലേ നമുക്ക് വേണം. എന്നും നമ്മൾ എന്താ വെള്ള ഷർട്ട് മാത്രം ധരിക്കാത്തത്? നമുക്ക് വ്യത്യസ്തമായ സ്റ്റിമുലേ വേണം. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ കളർ ഉപയോഗിക്കുന്നു. എന്നും ഒരേപോലത്തെ ബൈക്ക് എന്താ ഉപയോഗിക്കാത്തത്? കുറേ നാൾ കഴിഞ്ഞാൽ ബൈക്ക് മാറുന്നത് എന്തുവാ? നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ വേണം. എന്താ നമ്മുടെ നാട്ടിൽ ഒരേപോലത്തെ ചെടി ഉണ്ടാവാത്തത്? എല്ലാവരുടെയും പൂന്തോട്ടത്തിൽ ഒരുപോലെയല്ലല്ലോ ചെടി ഉണ്ടാകുന്നത്. കാരണം നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇഷ്ടം. ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്, നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. ഇത് കിട്ടുന്നതിന് വേണ്ടി മനുഷ്യൻ മുതൽ മൃഗങ്ങൾ വരെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വളർത്തുന്ന ഒരു മുയൽക്കുട്ടിയെ നോക്കൂ. മുയൽക്കുട്ടി നിങ്ങളുടെ അരികെ വന്നിട്ട് തൊട്ടു തിരുമ്മി നിൽക്കും. എന്തിനാണ്? അതിന് നിങ്ങളുടെ മേൽ തൊടുന്ന ഒരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നായക്കുട്ടി നിങ്ങളെ കാണുന്ന സമയത്ത് വാലാട്ടി ഓടി വരും. അത് നിങ്ങളുടെ കാൽക്ക് വന്ന് കിടക്കും. നിങ്ങൾ അതിനൊന്ന് തൊടുന്ന സമയത്ത്, നിങ്ങൾ അതിനൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു സ്നേഹം, അതിനൊരു സുഖം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പശു നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, ദൂരെ നിന്ന് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവൻ അമരാൻ തുടങ്ങും. കാരണം എന്തുകൊണ്ട്? അവനൊരു സ്റ്റിമുലേ കിട്ടും. നിങ്ങളുടെ ഇണ നിങ്ങളെ കാണുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ കാണുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ട്. ഈ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലേ ഉണ്ടാവുന്നതാണ് നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തേജനം എന്ന് പറയുന്നത്. ഈ സ്റ്റിമുലേ നമുക്ക് കിട്ടുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് സ്റ്റിമുലേ കിട്ടുന്നത്. അതിൽ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയാണ്, ത്വക്ക്, സ്കിൻ. ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ അറിയുന്നത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ധാരാളം വെളിച്ചെണ്ണയൊക്കെ പറ്റി ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ കുട്ടികളെ നല്ലോണം തടവുന്ന സമയത്ത് ഇവിടെ സെൻസറി നാബ്സ്, ഈ സെൻസറി നാബ്സും നെർവസ് സിസ്റ്റവും സുഷുമ്നയും ബ്രെയിനും ആക്റ്റീവ് ആവും. അപ്പോൾ കുട്ടിയുടെ വളർച്ചയെ ത്വരിതഗതിയിലാക്കാനായിട്ട് ഈ എണ്ണയിട്ടിട്ടുള്ള ഈ കുളിപ്പിക്കൽ കഴിയും. വീട്ടിലെ വയസ്സായ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവർ വന്നിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. ആ കുട്ടികളെ ഇങ്ങനെ തടവുന്ന സമയത്ത് അവരുടെ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവണം. കാരണം അവർക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. അവൻ കരയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കുട്ടി കരയുന്ന സമയത്ത് അമ്മ എടുത്ത് അവന് തോളത്തിട്ട് 2 തട്ട് തട്ടുമ്പോൾ അവന് ഒരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. അത് അവന് സുരക്ഷിത ബോധം തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സ് വളരെ ശാന്തമായി പോകുന്നത്. ദുഃഖം അനുഭവിക്കുന്ന കുട്ടി, വീണ കുട്ടിയെ അമ്മ എടുത്തിട്ട് ഒന്ന് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ്റെ പ്രിയപ്പെട്ട അമ്മ അവനെ സംരക്ഷിക്കാനുണ്ടെന്നുള്ള ഒരു സന്ദേശം ഈ കെട്ടിപ്പിടുത്തത്തിലൂടെ, ഈ ഉമ്മയിലൂടെ കുട്ടിക്ക് കിട്ടുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ആരെ കണ്ടു കഴിഞ്ഞാലും സുഹൃത്തുക്കളായിട്ടുള്ള സെയിം ജെൻഡറിലുള്ള സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർ പുറത്തൊന്ന് തട്ടും. എന്നോട് പലരും പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം പുറത്ത് തട്ടുന്ന സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു, അദ്ദേഹത്തിനോടൊരു സ്നേഹം ഫീൽ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിലവർക്ക് അതൊരു മാന്തലായിരിക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മാന്തിക്കൊണ്ടിരിക്കും. ചിലവർ നമ്മുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു മുതിർന്ന ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈ ചെവിയുടെ കാതിൽ പിടിച്ചിട്ട് തിരുമും. പതുക്കെ തിരുമും, നല്ല ഒരു വേദനയോടുകൂടി എന്നാലും ഒരു സുഖത്തോടു കൂടി ഒരു തിരുമലുണ്ട്. അത് ഓരോരുത്തർക്കും ഈ സ്റ്റിമുലേ കൊടുക്കാനുള്ള, സ്റ്റിമുലേ സ്വീകരിക്കാനുള്ള വ്യത്യസ്തമായ രീതികളാണ് ഉള്ളത്. നമ്മുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് കുറച്ച് നേരം മടിയിൽ വെച്ചു. എൻ്റെ കൈയും അദ്ദേഹത്തിൻ്റെ കൈയും കുറച്ച് നേരം കൂട്ടി വെച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, നീ അന്ന് വന്നിട്ട് എൻ്റെ കൈമ പിടിച്ചു പോയി, എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായിരുന്നു. ഒരു അവിചാരിതമായിട്ടുള്ളൊരു മരണം അദ്ദേഹത്തിനുണ്ടാക്കിയ ദുഃഖം ഈ കയ്യിലെ ടച്ചിൽ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് പുറത്തുള്ളൊരു തട്ടായിരിക്കാം, ഒരു കെട്ടിപ്പിടുത്തമായിരിക്കാം, ഒരു ഉമ്മയായിരിക്കാം, ഒരു തലോടലായിരിക്കാം. ഇതെല്ലാം ജീവിക്കാനുള്ള താല്പര്യം കൂട്ടുന്ന ഘടകങ്ങളാണ്.
അപ്പോൾ ഒരു നല്ല സുഹൃത്താവണമെങ്കിൽ, ഒരു നല്ല അമ്മയാവണമെങ്കിൽ, ഒരു നല്ല അച്ഛനാവണമെങ്കിൽ, ഒരു നല്ല സംഘാടകനാവണമെങ്കിൽ മറ്റുള്ളവർക്ക് സ്റ്റിമുലേ കൊടുക്കാനായിട്ട് കഴിയണം. സ്കിന്നിലൂടെ ഈ കൊടുക്കുന്ന സ്റ്റിമുലേ ഇത് ജീവിക്കാനുള്ള ഉത്തേജനം നൽകും. വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പുതുക്കെ ഒന്ന് തോളിൽ തട്ടി നോക്കൂ, ഒന്ന് അയാളെ ശരീരത്തിനോട് അടുപ്പിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒന്ന് തടവി നോക്കൂ, അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒന്ന് അമർത്തി തടവി കൊടുത്ത് നോക്കൂ. അദ്ദേഹത്തിന് വളരെ സുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ഫീലിംഗ് അയാളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു ശക്തി അയാളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ശക്തി ഡെവലപ്പ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കൂടെ ജനങ്ങൾ നിൽക്കുകയുള്ളൂ. അടുത്ത സ്കിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെവി. നമ്മൾ ഒരുപാട് കേൾക്കുന്നത് ചെവിയിലൂടെയാണ്. നമ്മൾ മറ്റൊരാളെ കാണുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് ഹായ് പറയുന്നു, നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് ഹായ് പറയുന്നു. ഈ ഹായ് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്തു, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തു, രണ്ടുപേർക്കും തമ്മിലുള്ള സംഭാഷണം സാർത്ഥകമായി. ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ കൂട്ടി ബൈക്കിൽ പോകുന്ന സമയത്ത് എൻ്റെ മറ്റൊരു സുഹൃത്ത് എതിർവശത്ത് വരികയായിരുന്നു. അദ്ദേഹം കറുത്ത കണ്ണടയൊക്കെ വെച്ചിട്ട് ബൈക്കിൽ തന്നെ വരികയായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് ആ വരുന്നത് ഇന്ന ആളാണ്, അയാൾ എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. വണ്ടി അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൈ ഉയർത്തി ഹായ് എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ പാസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ കറുത്ത കണ്ണട വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെറുതായി. ഞാൻ ചെറുതായിട്ട് എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു, അല്ല ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്, അയാൾ എന്നെ കാണാതെ പോയതാവും എന്ന് പറഞ്ഞുകൊണ്ടൊരു ചമ്മലോടുകൂടി പറഞ്ഞു. എനിക്ക് ചമ്മലുണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് ചമ്മലുണ്ടാവാനുള്ള കാരണം ഞാൻ അയാൾക്കൊരു ഹായ് കൊടുത്തു, ഞാൻ അയാൾക്കൊരു അംഗീകാരം കൊടുത്തു, ഞാൻ അയാൾക്കൊരു സ്റ്റിമുലേ കൊടുത്തു. തിരിച്ച് ഞാനൊരു സ്റ്റിമുലേ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കത് കിട്ടാതായപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി. സോപ്പും പെട്ടിയും ബക്കറ്റും തുണിയുമായി കുളിക്കാൻ പോകുന്ന ആളായാലും ആഹാ കുളിക്കാൻ പോവുകയാണ് അല്ലേ, അയാളെ കണ്ടറിയാം തലയിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മസിലൊക്കെ പിടിച്ച് കുഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കും ആഹാ കുളിക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം പറഞ്ഞു അതെ കുളിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നിരർത്ഥകമായ ചോദ്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് നിരർത്ഥകമല്ല. നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു, ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യുന്നു എന്നതിനുള്ളൊരു തെളിവാണ് ഈ ചോദ്യം. നേരെ മറിച്ച് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ പിന്നെ ഈ സോപ്പും പെട്ടിയും ഈ ബക്കറ്റും ഇതൊക്കെ ആയിട്ട് അലക്കാനല്ലാതെ പിന്നെ ചന്തയ്ക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. അന്ന് അവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ സംഭവിക്കും. കാരണം ഈ പരസ്പരമുള്ള സ്റ്റിമുലേ കൊടുക്കലാണ്, പരസ്പരമുള്ള ഈ അംഗീകാരം കൊടുക്കലാണ് മനുഷ്യബന്ധത്തിൻ്റെ കാതലായ നിലനിൽപ്പിൻ്റെ വശം. ഒരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും തിരിച്ചൊരു ഹലോ പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൈ ചൂണ്ടി നമസ്കാരം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഒരു വിഷ് ചെയ്യാൻ പോലും പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ട് അവരുടെ HR പ്രോബ്ലം ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിലെ ആദ്യത്തെ നിയമം നമ്മൾ വെച്ചത് സ്റ്റാഫ് പരസ്പരം കാണുന്ന സമയത്ത് വിഷ് ചെയ്യണം. നമസ്കാരമോ ഗുഡ് മോർണിംഗോ അവർക്ക് ചേർന്ന ഏതാണോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷ് ചെയ്യുന്ന രീതി, ആ രീതിയിൽ വിഷ് ചെയ്യണമെന്നാണ് ആദ്യത്തെ തീരുമാനം നമ്മളെടുത്തത്. അത് നടപ്പിലാക്കിയതോടുകൂടി തന്നെ കാലത്ത് കാണുന്ന സമയത്ത് എല്ലാവരും പരസ്പരം വിഷ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടുത്തെ ആശയക്കുഴപ്പങ്ങൾ കുറഞ്ഞു കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതുമാത്രമല്ല അവർ ഉദ്ദേശിച്ച രീതിയിൽ, അതിൻ്റെ മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ച രീതിയിലേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാനും അവിടുത്തെ പ്രവർത്തനങ്ങളെ ഡബിൾ ചെയ്യാനും നമുക്ക് കഴിയും. ഇതിൻ്റെ ആദ്യ ബേസ് ആരംഭിച്ചത് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഈ പരിപാടിയുടെ തുടക്കമാണ്. കാലത്ത് തന്നെ നമ്മൾ ഒരാളോട് നമസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമസ്കാരം കിട്ടും. കാലത്ത് തന്നെ ഒരാൾക്ക് ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ ആശംസിക്കുന്ന സമയത്ത് തിരിച്ചും നമ്മുടെ ജീവിതം ഗുഡ് മോർണിംഗ് ആയിട്ട് മാറും. കാരണം നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നമ്മൾ അറിയാതെ ചിരിക്കേണ്ടി വരും. ഈ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ള എൻഡോർഫിൻ്റെയും സെറോട്ടോണിൻ്റെയും ഡോപ്പാമൈൻ്റെയും കെമിക്കൽ പ്രൊഡക്ഷൻ കൂടി അത് നമ്മളെ കുറച്ചും കൂടി രസകരമായിട്ട് മാറ്റും. ഒരു സുഹൃത്തിനെ കാണുന്ന സമയത്ത് ഹായ് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. സുഖാണെന്ന് പറയും. സുഖാണെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓഹോ അയാൾ സുഖാണല്ലേ, എന്നാൽ പിന്നെ ഞാനും സുഖമാണ്, എനിക്ക് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയത്തേക്ക്.
അല്ല സുഖമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാൾ എന്ത് പറ്റിയ അസുഖത്തിന് കാരണം എന്താ? അപ്പം നമുക്ക് അയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വഴിയാണ് അവർ നമുക്ക് തുറന്നു തരുന്നത്. നമുക്ക് ആ വഴിയിലൂടെ അവരോട് കാര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ കാഷ്വലായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ട ഒരു കാര്യത്തെപ്പറ്റി പറയുന്നു. നല്ലൊരു പാട്ട് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. ചില വ്യക്തികൾക്ക് അങ്ങനെയാണ്, അവരുടെ അസ്വസ്ഥത വരുന്ന സമയത്ത് അവർ മ്യൂസിക് ഇട്ടിട്ട് സ്വസ്ഥമായിട്ടിരിക്കും. അവരുടെ ചെവിയിലൂടെ വരുന്ന ഈ സംഗീതം അവരെ ആക്റ്റീവ് ആക്കി. സുന്ദരൻ എന്ന് പറഞ്ഞാലോ സുന്ദരി എന്ന് പറഞ്ഞാലോ അത് മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവനൊരു സുഖം കിട്ടുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഭക്ഷണം വെച്ചാൽ ആ വ്യക്തിയോട്, ആ സ്ത്രീയോട് നിങ്ങളുടെ ഭക്ഷണം നന്നായി എന്ന് പറഞ്ഞു നോക്കൂ, അവർക്ക് അത് വീണ്ടും ഭക്ഷണം വയ്ക്കാനുള്ളൊരു സ്റ്റിമുലി കിട്ടും. ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്ത് ഡ്രൈവറോട് ഓക്കെ നിങ്ങളുടെ ഡ്രൈവിംഗ് വളരെ മനോഹരമായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ, അയാൾ അത് ശ്രദ്ധിച്ച് ചെയ്യും. ഭംഗിയായിട്ട് ഒരു എഡിറ്റ് ചെയ്തൊരു വ്യക്തിയോട് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ എഡിറ്റിംഗ് വളരെ നന്നായിന്ന്, അയാൾക്ക് കൂടുതൽ ഉത്തേജനം കിട്ടും. കൂടുതൽ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവും അയാൾക്ക് കിട്ടുന്നത് ഈ കിട്ടുന്ന ഉത്തേജനത്തിൽ കൂടെയാണ്. അടുത്ത് കിട്ടുന്ന കണ്ണിൽ കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് കണ്ണിലൂടെ ഒരു സ്റ്റിമുല വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഒരേ നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കാത്തത്. നമുക്ക് ഈ കണ്ണിന് ഒരു സുഖം കിട്ടുന്നതുകൊണ്ടാണ്. നമ്മുടെ വീടിന് നല്ലൊരു പെയിന്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. നമ്മളതൊന്ന് പറഞ്ഞു നോക്കൂ, സുഹൃത്തെ നിന്റെ വീടിൻ്റെ ഒക്കെ നിറം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നോക്കൂ, അത് നമുക്ക് സ്റ്റിമുല കിട്ടുന്നുണ്ട്. രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു പിടി പൂക്കൾ സമർപ്പിക്കുന്ന സമയത്ത് ഈ പൂക്കൾ അദ്ദേഹത്തിന് ഒരു സ്റ്റിമുല, ഒരു സുഖം നൽകുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി കൃഷിയാണ്. അദ്ദേഹം സുഖം മുഴുവൻ അനുഭവിക്കുന്ന, ഒരു സ്റ്റിമുല മുഴുവൻ, ഒരു ദിവസം മുഴുവൻ ജീവിക്കാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ കൃഷിയിലെ കാലത്ത് 2 മണിക്കൂർ കൃഷിയിൽ നിന്നാണ്. പറമ്പിലൊക്കെ ഇറങ്ങി എല്ലാ ചെടികളെയൊക്കെ കണ്ട് തൊട്ട് വണങ്ങി അവരോട് സംസാരിച്ച് അവർക്ക് വെള്ളമൊഴിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്നത്തെ ദിവസവും കാര്യങ്ങൾ ഭംഗിയായിട്ട്, അതിനുശേഷം അദ്ദേഹം പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. ചെടികളിൽ നിന്നും നമുക്ക് സ്റ്റിമുല കിട്ടുന്നുണ്ട്. ഒരു കല്യാണത്തിൻ്റെ ആൽബം, നമ്മൾ പങ്കെടുത്ത ഒരു കല്യാണത്തിൻ്റെ ആൽബം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. നമ്മളൊരു ഗംഭീര മറയ്ക്കും. എവിടേക്കാണ് ഈ പേജുകൾ മറയ്ക്കുന്നത്? ഈ പേജുകൾ മറയ്ക്കുന്നത് നമ്മുടെ പേജ് വരാൻ വേണ്ടിയാണ്. നമ്മളുള്ള പടം കണ്ടു കഴിഞ്ഞാൽ വേണ്ടി മാത്രമാണ് നമ്മൾ അടുത്ത ആളെ നോക്കുള്ളൂ. മണവാളൻ്റെയും മണവാട്ടിയുടെയൊക്കെ പിന്നെ നോക്കുള്ളൂ. കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള പദം എന്ന് പറയുന്നത് ഭൂമിയിലെ എൻ്റെ പേരാണ്, എൻ്റെ പടമാണ്, ഞാനാണ്. അപ്പം ഞാനെപ്പോഴും ആദ്യം നോക്കുക എന്നിലേക്കാണ്, എൻ്റെ നന്മകളിലേക്കാണ്. അങ്ങനെ എൻ്റെ നന്മ ഒരാൾ കണ്ടെത്തി എന്നോട് പറഞ്ഞു നോക്കൂ, ഓക്കെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇത്തരം പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു നോക്കൂ, ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ മൂക്കിൻ്റെ പ്രത്യേകത പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ പുതിയ വണ്ടിയുടെ ഒരു നന്മ പറഞ്ഞു നോക്കൂ. നമ്മൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറി പറ്റാൻ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയും. ചൈനയിലെ ഒരു പഴമൊഴിയുണ്ട്. ആ പഴമൊഴി ഇതാണ്: നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കടയിലേക്ക് പോകേണ്ടതില്ലെന്ന്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, കണ്ണിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ചിരിയാണ്. കച്ചവടക്കാരൻ്റെ ചിരിയാണ് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരൻ്റെ ബഹുമാനത്തോടു കൂടിയുള്ള ചിരിയും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിനെ തന്നെ വിളിക്കാനുള്ള കാരണം. ഭിക്ഷക്കാരൻ്റെ ഹൃദയമലിയുന്ന ഭാഷയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഘടകം. അപ്പം ആ ഭാഷ, ആ കഴിവുകൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് സ്റ്റിമുലി ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് വികാരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാലാണ് അതിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത തിരിയുക മൂക്കിലൂടെയാണ്. ചിലവർക്ക് സ്റ്റിമുല കിട്ടുന്നത് മൂക്കിലൂടെയാണ്. അങ്ങനെ ഉള്ള ആൾക്കാരുമുണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അവർക്ക് തലമുടിയിൽ വെക്കാൻ മുല്ലപ്പൂ വാങ്ങിക്കൊടുത്താൽ അവർ അതിലും ഹാപ്പിയാണ്. ചിലവർക്ക് മസാലയുടെ ഗന്ധമായിരിക്കും, മൂക്കിന് പ്രാധാന്യമുള്ളവർക്ക് മസാലയുടെ ഗന്ധമായിരിക്കും ഇഷ്ടം. അവർക്ക് മസാലയുടെ ഗന്ധമുള്ള ഭക്ഷണം കൊടുത്താൽ അവർ ഹാപ്പിയാണ്. ചിലവർക്ക് പലതരം വെറൈറ്റി അത്തറിൻ്റെ ഗന്ധമായിരിക്കും, അവർക്ക് അത്തറിൻ്റെ ഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ഇതിൽ ഓരോരുത്തർക്കും ഓരോ അവയവങ്ങൾ കുറച്ചും കൂടി ഡോമിനേറ്റഡ് ആണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങൾ നൽകുന്നത് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് വക നൽകും.
മൂക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പൂവമ്പഴം കഴിക്കുന്ന സമയത്ത് മണുത്ത് നോക്കിയിട്ടേ കഴിക്കുള്ളൂ. അദ്ദേഹം ഭക്ഷണം മണുത്ത് നോക്കിയിട്ടേ കഴിക്കുള്ളൂ. കാരണം അദ്ദേഹം അതിൻ്റെ സുഗന്ധം കൂടി അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ എന്ത് ചെയ്യണം? അയാളുടെ ഭാര്യ ചെയ്യണത് ഇത്തരം ഗന്ധമുള്ള സാധനങ്ങൾ അതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് ഈ ഭക്ഷണത്തിന് ഇഷ്ടമാകും. അതുവഴി ഭാര്യയെ സ്നേഹിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മറ്റൊരു കാര്യമാണ് ടേസ്റ്റ്. ടേസ്റ്റ് നല്ലൊരു സ്റ്റിമുലേ നൽകുന്ന ഒരു കാര്യമാണ്. നല്ല ഫുഡ് കഴിച്ചാൽ നമ്മുടെ മനസ്സിന് സന്തോഷം വരും. വായിലൂടെ നല്ല ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഒരു സ്റ്റിമുലേ വരും. കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ ഐസ്ക്രീം വിളമ്പുന്ന ഏരിയയിൽ പോയിട്ട് അവരുടെ തുള്ളിച്ചാട്ടവും ബഹളവും വാരിക്കഴിക്കലൊക്കെ നമുക്ക് കല്യാണങ്ങളിലും സദ്യക്കൊക്കെ പോകുമ്പോൾ കാണാം. അവരെന്ത് ഹാപ്പിയാണ്. കാരണം അവരുടെ നാവിന് അല്പസമയത്ത് കിട്ടുന്ന സ്റ്റിമുലയിൽ അവർ ഹാപ്പിയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവർ വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ആ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യും. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ സ്റ്റിമുലേ തേടിയുള്ള ഒരു യാത്രയാണ്. പല വ്യക്തികൾക്കും പല രീതിയിലുള്ള സ്റ്റിമുലയാണ് കിട്ടുന്നത്. സ്റ്റിമുലേ മീൻസ് അവനെ അതൊരു ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കുക, അവനെ ഉത്തേജിപ്പിക്കുന്ന ഘടകം എന്താണ്? എനിക്കൊരു കുട്ടിയെ അറിയാം, അവനെ ഉത്തേജിപ്പിക്കുന്ന ഘടകം അവൻ്റെ രക്ഷിതാക്കളിൽ നിന്നും മിടുക്കൻ എന്നും മിടുക്കി എന്നുള്ള വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ ഉത്തേജിക്കപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ കൗൺസിലിംഗ് വന്ന സമയത്ത് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെയാണ് കുട്ടിയെ മിടുക്കൻ എന്നും മിടുക്കി എന്നും പറയാൻ പറ്റുന്ന അവസരങ്ങൾ ഞങ്ങൾ കണ്ടെത്തി അവിടെ ചർച്ച ചെയ്ത് ആ അവസരങ്ങളിലെല്ലാം കുട്ടിയെ സ്റ്റിമുലേ കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. കുട്ടി സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്ത് സൈക്കിൾ ചവിട്ടി ഒരു കൈ വിട്ടിട്ട് അമ്മയെ കാണിച്ചിട്ട് വരുന്നത്. അപ്പോൾ അമ്മ ഉള്ളിലാകെ വ്യാകുലതയാണ്, കൈയെങ്ങാൻ വിട്ട് കുട്ടി വീണാലോ എന്നുള്ള വ്യാകുലതയുണ്ട്. പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അമ്മ മിടുക്കൻ, നീ ഒറ്റ കൈ കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചല്ലോ, നിനക്ക് സൈക്കിളിൽ നല്ല ബാലൻസ് ആയി, നീ മിടുക്കനാണ് എന്ന് പറഞ്ഞു. കുട്ടി മോട്ടിവേറ്റഡായി അവൻ്റെ എനർജി മുഴുവൻ പഠനത്തിലേക്ക് ചെലവ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചു. അവനൊരു കുട്ടിപ്പര ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനെ നോക്കിയിട്ട് അമ്മയ്ക്കുള്ളിലൊരു വ്യാകുലതയുണ്ട്. കുട്ടിപ്പര ഉണ്ടാക്കാനായിട്ട് അവൻ ഒരുപാട് സമയം ചെലവ് ചെയ്യാണെന്നുള്ള വ്യാകുലതയുണ്ട്. പക്ഷേ അമ്മ അത് മാറ്റി വെച്ചുകൊണ്ട് അമ്മയും അച്ഛനും കൂടി അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീട് എന്താണ്, വാതിലെന്താണ്, ജനലെന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. കുട്ടി അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉത്തരം കൊടുത്തപ്പോൾ നീ ആൾ മിടുക്കനാണ്, നീ ആൾ വളരെ ക്രിയേറ്റീവാണ്, നിനക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഉള്ള കുട്ടിയാണ്, മിടുക്കനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ തോളുകളൊക്കെ ഉയർന്നു. അവനൊരു സ്റ്റിമുലേ കിട്ടി, അവനൊരു സന്തോഷം കിട്ടി. ഈ സന്തോഷം അവനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. നല്ലൊരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് കൈയടിക്കാൻ കഴിയുന്നില്ല? നല്ല ഒരു പ്രസംഗം കേൾക്കുന്ന സമയത്ത് നല്ല കുറേ പോയിന്റ് കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് സ്റ്റിമുലേ കൊടുത്ത് നോക്കും, ഒന്ന് കൈയടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഈ കൈയിലൂടെ നമുക്കൊരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്, നമുക്കൊരു സന്തോഷം കിട്ടുന്നു, നല്ല ആശയങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സ്റ്റിമുലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആശയങ്ങൾ പറഞ്ഞ ആ വ്യക്തിക്ക്, ആ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് അതൊരു സ്റ്റിമുലേ ആയിട്ട് മാറും. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വാക്കുകൾ പറയാനും കൂടുതൽ ഊർജ്ജസ്വലമായ വാക്കുകൾ പറയാനും ശക്തമായ വാക്കുകൾ പറയാനുള്ള ഒരു ത്രാണി അയാളുടെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ഇതൊരു കലയാണ് സുഹൃത്തുക്കളെ. ഈ കല എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തി പറയാനായിട്ട് വരണം. അത് നമുക്ക് കണ്ണ് വഴി പറ്റും, ചെവി വഴി പറ്റും, തൊക്ക് വഴി പറ്റും, നാക്ക് വഴി പറ്റും. നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ എല്ലാം തന്നത്, മൂക്ക് വഴി നൽകാൻ പറ്റുന്ന ഈ ഇന്ദ്രിയങ്ങൾ എല്ലാം തന്നത്, അത് ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ സ്റ്റിമുലേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചു വരാനും നമുക്ക് കഴിയും. അപ്പം നമുക്ക് എല്ലാവരുടെ നന്മ കണ്ടെത്തി പറയാനായിട്ട് കഴിയട്ടെ. അത് വ്യത്യസ്തമായ രീതിയിൽ പറയട്ടെ. അത് ടച്ചിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാക്കിലൂടെയും വായിലൂടെയും എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് നിരർത്ഥകമായിട്ടുള്ള നിസ്സാര കാര്യമല്ല. ജീവിതം എന്ന് പറയുന്നത് കരുപിടിപ്പിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ കരുപിടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ശ്രദ്ധയോടെ കരുപിടിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് നോക്കാൻ വിജയ് ഭവൻ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം.